ഹായ് ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളത്തെ റേഷൻ വിതരണവും അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക. നാളെ ഫെബ്രുവരി 25 വ്യാഴാഴ്ച ദിവസത്തെ റേഷൻ വിതരണത്തെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഓരോ ദിവസം കഴിയുമ്പോഴും പ്രാധാന്യം ഏറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഫെബ്രുവരി മാസത്തെ റേഷൻ വിഹിതങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ പെട്ടെന്ന് പോയി വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നാളെ 25, ഇനി 3 ദിവസമാണ് റേഷൻ വിഹിതങ്ങൾ കൈപ്പറ്റാനുള്ള ഔദ്യോഗിക ദിനങ്ങളുള്ളത്. അതായത് ഡിസംബർ 25, 26, 27 ദിവസങ്ങൾ മാത്രം. കാരണം ഈ മാസം 28 ദിവസമാണുള്ളത്. അതിൽ 28-ാം തീയതി ഞായറാഴ്ച ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റേഷൻ വിഹിതങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ പെട്ടെന്ന് പോയി വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതേപോലെ തന്നെയാണ് ജനുവരി മാസത്തെ ഭക്ഷ്യക്കിറ്റിന്റെ കാര്യം. ജനുവരി മാസത്തെ ഭക്ഷ്യക്കിറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ ഈ 3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പോയി കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ കാർഡിന്റെ നിറമൊന്നും നോക്കണ്ട, എല്ലാ ആളുകൾക്കും കിറ്റ് കൈപ്പറ്റാവുന്നതാണ്. എല്ലാ ഭക്ഷ്യവിഹിതങ്ങളും റേഷൻ കടയിൽ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. മാർച്ച് മാസത്തിൽ ഫെബ്രുവരി മാസത്തെ റേഷൻ വിഹിതങ്ങൾ എത്ര ദിവസം നീട്ടി നൽകുമെന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റാത്ത കാര്യമാണ്. ചിലപ്പോൾ 2 ദിവസം നീട്ടി നൽകിയേക്കാം, ചിലപ്പോൾ ഒരാഴ്ച നീട്ടി നൽകിയേക്കാം, ചിലപ്പോൾ നീട്ടി നൽകിയില്ല എന്നും വരാം. അതുകൊണ്ട് നിങ്ങളുടെ ഭക്ഷ്യവിഹിതം ഉറപ്പുവരുത്താൻ പെട്ടെന്ന് പോയി വാങ്ങുക. അതുപോലെ തന്നെ ആട്ടയുടെയൊക്കെ ലഭ്യത കുറയാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് 3 ആട്ട ലഭിക്കുന്നത് 1 ആട്ട ആയി ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പെട്ടെന്ന് പോയി വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി ഭക്ഷ്യക്കിറ്റിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ 2 ഭക്ഷ്യക്കിറ്റാണ് വിതരണം ചെയ്യുന്നത്. ജനുവരി മാസത്തെ ഭക്ഷ്യക്കിറ്റും ഫെബ്രുവരി മാസത്തെ ഭക്ഷ്യക്കിറ്റും. ജനുവരി മാസത്തെ ഭക്ഷ്യക്കിറ്റ് നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 27-ാം തീയതി വരെയാണ് അവസാന ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതും നീട്ടി നൽകാൻ സാധ്യതയുണ്ട്. ഒരു 5 ദിവസമെങ്കിലും ചുരുങ്ങിയത് നീട്ടി നൽകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാർച്ച് അവസാനം വരെ ഫെബ്രുവരി മാസത്തെ കിറ്റിന്റെ വിതരണം ഉണ്ടാകും എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. മാർച്ച് മാസത്തെ കിറ്റ് നേരത്തെ തുടങ്ങാനാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഏപ്രിൽ മാസത്തെ ബമ്പർ കിറ്റ് 1000 രൂപയുടെ കിറ്റ് ആദ്യം തന്നെ വിതരണം ചെയ്യും. അതായത് ഇലക്ഷന് മുന്നോടിയായിട്ട് നേരത്തെ കിറ്റ് വിതരണം ചെയ്യാനാണ് തീരുമാനം. നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 1500 രൂപ ക്ഷേമ പെൻഷൻ 1600-ൽ എത്തിച്ച് ഏപ്രിൽ മാസം വിതരണം ചെയ്യും. ഈ ഒരൊറ്റ മാസമാണ് ഈ ഒരു സർക്കാർ ആ ഒരു തുക വിതരണം ചെയ്യുക. 1600 എന്നുള്ള സംഖ്യ വിതരണം ചെയ്യുക. അത് തന്നെ ആദ്യം വിതരണം ചെയ്യും. ഏപ്രിൽ മാസം 5-ാം തീയതിക്ക് മുമ്പ് തന്നെ വിതരണം ചെയ്യുന്ന ഒരു രീതിയിലാണ് അത് തയ്യാറാവുന്നത്. ഇത്രയൊക്കെയാണ് നാളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള റേഷൻ അപ്ഡേറ്റുകളും മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.